ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു നീഡിൽ വേവ് ഡിസൈൻസ്. ഇന്നൊരു അംബർല ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. തുടക്കക്കാർക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടോപ്പാണിത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 46 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ യോക്ക് പാർട്ട് 14 ഇഞ്ചാണ്. അപ്പോൾ 14 ഇഞ്ച് കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടിയാണ് 15 ഇഞ്ചാണ് എനിക്ക് യോക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത്. ആദ്യം നമ്മൾ ഈ തുണിയെ 4 ആക്കിയിട്ട് മടക്കി 4 മടക്കുണ്ടാവും മടക്കി വരുമ്പോൾ. എന്നിട്ട് അതിൻ്റെ വീതിയും ചെസ്റ്റ് പാർട്ടിന് ഉള്ള വീതി ഇല്ലേന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ഞാൻ 2.25 മീറ്റർ തുണിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുണി വേസ്റ്റ് ആക്കാതെ ചെയ്യണം. അപ്പോൾ അതിനാണ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത്. 14 ഇഞ്ച് ലെങ്ത്ത് എടുത്തു. പിന്നെ ഷോൾഡർ 7 ഇഞ്ചാണ്. അതേ അളവിൽ തന്നെയാണ് ആം ഹോളും 7 ഇഞ്ച് വരച്ചെടുക്കുക. പിന്നെ ചെസ്റ്റ് എനിക്കിവിടെ 10 ഇഞ്ചാണ് വരുന്നത്. അത് തയ്യൽ തമ്പും കൂടി കൂട്ടിയാണ് 11.5 ഇഞ്ചാണ് ഇവിടെ ചെസ്റ്റിന് അളവെടുത്തിട്ടുള്ളത്. എനിക്കൊരു ചെസ്റ്റ് റൗണ്ട് വരുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 10, തയ്യൽ തൂമ്പ് 1.5 ആ ഒരളവിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ നമ്മൾ ആം ഹോളിൻ്റെ കർവ് വെച്ചെടുക്കുക. ഷേപ്പ് എനിക്കിവിടെ 8.5 ഇഞ്ചാണ്. 8.5 കൂടെ 1.5 കൂട്ടിയിട്ട് 10 ഇഞ്ച് കൊടുത്തിട്ടുള്ളത്. അതായത് ഷേപ്പ് എനിക്ക് വരുന്നത് 34 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 8.5 വരും. തയ്യൽ തമ്പും കൂടി കൂട്ടിയാണ് 10 ഇഞ്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ഭാഗം യോക്ക് പാർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതിൻ്റെ സ്കേർട്ട് പാർട്ടിൻ്റെ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം. ഇതേപോലെ തന്നെ ബാലൻസ് ഉള്ള തുണീനെ നമ്മൾ ആദ്യം രണ്ട് മടക്കാക്കിയിട്ട് മടക്കുക. അതേ വീഡിയോയിൽ കാണുന്ന പോലെ 2 മടക്കാക്കി. എന്നിട്ട് അതിന് ശേഷം നമ്മളതിനെ കോർണറായിട്ടാണ് പിന്നെ വെക്കുന്നത്. ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ശരിക്കും കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതേപോലെ കോണായിട്ട് മടക്കി കൊടുക്കുക. ഇനി ഞാനിവിടെ മുകൾ ഭാഗത്ത് തന്നെ ഇവിടെ അളവിടുന്നത് 8.5 ഇഞ്ചാണ്. നമ്മൾ ഷേപ്പ് 8.5 ഇഞ്ചാണ് അളവെടുത്തിട്ടുള്ളത്. അതേ അളവ് തന്നെ മതി നമുക്കിവിടെ 8.5 ഇഞ്ച് അളവിടുക. ഇവിടെ നമുക്ക് തയ്യൽ തുമ്പൊന്നും വേറെ കൊടുക്കണമെന്നില്ല. അതേ 8.5 ഇഞ്ച് തന്നെ കൊടുത്താൽ മതി. അടിച്ചു വരുമ്പോൾ നമുക്ക് തുണി ഉണ്ടാകും. ഇനി അവിടുന്ന് നമുക്ക് അടിയിലേക്ക് ഈ ബാക്കി ഇനി 14 ഇഞ്ച് പോയാൽ എനിക്കിനി 32 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ആ 32 ഇഞ്ചും അതിൽ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് 33.5 ഇഞ്ചാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നമ്മൾ ആ അളവെടുത്ത ആ ഭാഗത്തു നിന്ന് അടിയിച്ച് വെച്ച് വെക്കുക. എന്നിട്ട് അവിടെ ഒരു മാർക്ക് ചെയ്തിട്ട് എന്നിട്ട് അത് ടേപ്പിനെ നമ്മൾ ഇതേപോലെ മേലെ കോർണറിൽ കൊണ്ടു വെച്ചിട്ട് ഒരേപോലെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ വെച്ചിട്ട് എല്ലായിടത്തും ആ തുണിയുടെ അങ്ങേ സൈഡ് വരെ അതേ അളവിട്ടിട്ട് ആ ഭാഗം അത്രയും കട്ട് ചെയ്തിട്ട് മാറ്റുക. സ്ലീവ് കട്ട് ചെയ്യാം. നമ്മൾ ആ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞില്ല. അതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം പിന്നൊരു വേസ്റ്റ് പീസ് ഉണ്ടാകും അതിൻ്റെ ആ സൈഡിൽ നിന്ന്. ആ സൈഡിൽ വെച്ചിട്ടുള്ള പീസാണ് ഞാനിനി സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ചെറിയൊരു സ്ലീവാണ് വെക്കണുള്ളൂ. അതായത് 6 ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അതിൽ കൂടെ 1.5 ഇഞ്ച് തുമ്പും കൂട്ടിയിട്ട് 7 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാനിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ സ്ലീവ് കട്ട് ചെയ്തിട്ട് മാറ്റുക. അതിൻ്റെ ബാലൻസ് വരുന്ന പീസ് എടുത്തിട്ട് നമ്മൾ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തതിന് ആ ഭാഗത്ത് കുറച്ചൊരു കുറവുണ്ടാകും. ആ ഭാഗത്ത് നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ വെട്ടിക്കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് മുകൾക്ക് കയറ്റി വെച്ചിട്ട് വേണം അതായത് തയ്ക്കാനുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ മേലെ കയറ്റി വെച്ചിട്ട് വേണം അത് കട്ട് ചെയ്തിട്ട് മാറ്റാൻ. ഇതേപോലെ ഒരു പീസ് ഇതേപോലെ അവിടെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനെ നെക്ക്
കട്ട് ചെയ്യാം. അതിന് നെക്ക് ഞാൻ കൊടുക്കുന്നത് 5.5 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് കൊടുക്കുന്നത്. ബാക്ക് നെക്ക് 4 ഇഞ്ചും അതേപോലെ തന്നെ വൈഡ് 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഒരു ബോക്സ് ആക്കി വരയ്ക്കുക. എന്നിട്ട് അതേപോലൊരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുക്കുക. നെക്കിൻ്റെ ആ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. അതേപോലെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു ക്രോസ് പീസും കട്ട് ചെയ്തെടുക്കുക. ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ വെച്ചിട്ട് അത് യോക്ക് പാർട്ടിൻ്റെ നല്ല വശത്ത് അത് പീസ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്കിൻ്റെ അതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റുക. അതിനുശേഷം അതായത് നെക്ക് നമുക്ക് വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ചുമ്പോൾ തട്ടാതെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതേപോലെ മറിച്ചിട്ടിട്ട് പതിച്ചടി കൊടുക്കുക. ഇതേപോലെ മറിച്ചിട്ട് പതിച്ചടി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. അതിൻ്റെ ബാക്ക് പീസ് നമ്മൾ ഇതേപോലെ മടക്കി അടിക്കുക. അതിനുശേഷം ബാക്കിലെ നെക്ക് ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരിക. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പീസ് ഇതിന്മേൽ അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ട് പീസ് അറ്റാച്ച് ചെയ്യുന്നത് ഇതേപോലെ ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് നമ്മൾ ഈ ഫ്രണ്ട് പീസ് വെച്ചിട്ട് ആ ക്രോസ് പീസ് ഉണ്ടല്ലോ, ആ ക്രോസ് പീസ് ഒരു 1/2 ഇഞ്ച് മടക്കി വെച്ചിട്ട് രണ്ട് ഭാഗവും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ചെരിച്ചിട്ടാണ് അവിടെ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ചെരിച്ചിട്ടാണൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അതുപോലെ ബാക്ക് ആ ക്രോസ് പീസ് നമ്മൾ ഉള്ളിലേക്ക് ഇട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചുറ്റുഭാഗം സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. രണ്ട് സ്ലീവും ഇതേപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ അളവിടാം. 20 ഇഞ്ചാണ് എനിക്ക് ചെസ്റ്റിൻ്റെ വീതി വരുന്നത്. അതേപോലെ ഷേപ്പിൻ്റെ വീതി വരുന്നത് എനിക്ക് 17 ഇഞ്ചും. അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സ്ലീവിൻ്റെ ആ വശം എനിക്ക് 5.5 ഇഞ്ചാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. മറ്റേ ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. യോക്ക് പാർട്ടിൻ്റെ ഒരു വശം മാത്രം സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് ഈ യോക്ക് പാർട്ടിൽ അറ്റാച്ച് ചെയ്യാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ സ്കേർട്ട് പാർട്ടിൻ്റെ ഒരു തല വെച്ചിട്ട് മറ്റേ തല വരെ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് ഫുള്ളായിട്ട് 2 റൗണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം
പിന്നെ അതിൻ്റെ സൈഡും ഇതേപോലെ അടിവരെ അടിച്ചു കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ അടിവശം നമ്മൾ ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇത്രയേ ഉള്ളൂ അംബർല കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ. സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.